ഹണി എം ഹോം. ഹലോ, ഞാൻ സംഗീത. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നൊരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഹെൽത്തി സ്റ്റൈൽ ലഡു. ആൻഡ് ഇതെനിക്ക് പേഴ്സണലി ഹെൽപ്പ് ചെയ്തത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ നല്ല ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആസ് വെൽ ആസ് സ്കിന്നിന് വേണ്ടിയിട്ടും നല്ലതായിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. സീറോ ഷുഗർ റെസിപ്പിയാണ്. സോ ഇതിൽ റിഫൈൻഡ് ഷുഗർ കാണില്ല, ജാഗറി ഇല്ല, ഒന്നുമില്ല, സ്റ്റീവിയ ഒന്നും ഉപയോഗിക്കുന്നില്ല. സോ ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു ബാച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് 1 മന്ത്ത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ലെന്ന് നോക്കാം. ഒരു കപ്പ് ആൽമണ്ട്. ഇത് റോസ്റ്റഡ് ആണ്. സോ റോസ്റ്റ് ചെയ്യേണ്ട വരില്ല, പക്ഷേ അൺറോസ്റ്റഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഒരു കപ്പ് വാൾനട്ട്. ഇത് അൺറോസ്റ്റഡ് ആണ് ഉപയോഗിക്കുന്നത്. റോസ്റ്റഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇപ്പം അൺറോസ്റ്റഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസ് റോസ്റ്റും ചെയ്യും. 3/4 കപ്പ് പിസ്ത. ഞാനിത് റോസ്റ്റഡ് ആണ് ഉപയോഗിച്ചത്. 1 കപ്പ് കാഷ്യൂനട്ട് റോസ്റ്റഡ് ആണ്. ഞാൻ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ റോസ്റ്റഡ് ആയിട്ടുള്ള നട്ട്സ് തന്നെയാണ് വാങ്ങിക്കാറ്. പക്ഷേ റോസ്റ്റഡ് അല്ലാത്ത നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നട്ട്സും ഒന്നൊന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ആവശ്യമില്ലേ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ്. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് കൂടി ഇടുന്നത് നല്ലതാണ്. ഞാൻ യൂഷ്വലി ഇടാറുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു, തീർന്നു പോയിട്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എന്തായാലും ഇടണം കേട്ടോ. ഒരു 1/4 കപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെസമി സീഡ്സ് മിക്സ് ചെയ്തത്. 1/3 കപ്പ് ഓട്സ്. 1/2 കപ്പ് റേസൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സും ഉപയോഗിക്കാം. സോ ഇതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. പിന്നെ ആവശ്യമില്ല ഞങ്ങൾക്ക് 1 കപ്പ് സൺഫ്ലവർ സീഡ്. ഈ റെസിപ്പിയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. സോ അതിനെ നോക്കിയാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞങ്ങൾക്ക് ഇനി സീഡ്സിനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. സോ ചിയ സീഡിനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ചിയ സീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെസമി സീഡ്സ് കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ബ്രൗൺ ആവരുത്, ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. സൈഡിൽ അത് ടോസ്റ്റ് ആയിരിക്കട്ടെ. ഞങ്ങൾക്ക് ഇനി ആൽമണ്ട്സിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. സോ എൻ്റെ അടുത്ത് ഈ ചോപ്പറുണ്ട്. ചോപ്പറിലിട്ടിട്ടാണ് എല്ലാം ഒന്ന് ബ്ലിറ്റ്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ചോപ്പർ കയ്യിലില്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് മെല്ലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. കയ്യിൽ ചോപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ചോപ്പറോ അല്ലെങ്കിൽ മിക്സി ഉണ്ടെങ്കിൽ പണി വേഗം കഴിയും. പകുതി കാഷ്യൂനട്ട് കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു വലിയ ബൗളിലേക്ക് ഞങ്ങൾക്ക് ഇതിനെ ഇനി ട്രാൻസ്ഫർ ചെയ്യാം. സോ യൂഷ്വലി ഞാൻ കുറച്ച് പൗഡേർഡ് ആയിട്ടുള്ളതാണ് എനിക്കിഷ്ടം. സോ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടില്ല നട്ട്സിന് ഞാൻ ഒരു പ്രാവശ്യം കൂടി ബ്ലിറ്റ്സ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ വെക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് ഫൈനും ആക്കണ്ട. സോ കുറച്ചൊന്ന് കടിക്കുന്ന വിധത്തിൽ തന്നെ ഒന്ന് അതിനെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. സോ ഞങ്ങളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ടോസ്റ്റ് ആയിട്ടുണ്ട്. അതിനെ സൈഡിൽ വെക്കുക ഒന്ന് കൂൾ ഡൗൺ ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞങ്ങൾക്ക് ഓട്സിന് ഇട്ടിട്ട് ഓട്സിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം മെല്ലെ. മീൻ വൈൽ ബാക്കിയില്ല കാഷ്യൂനട്ടും പിസ്തേനെയും ഞങ്ങൾക്കൊന്ന് ബ്ലിറ്റ്സ് ചെയ്തെടുക്കാം.
സോ റോൾഡ് ഓട്സ് ആയിട്ടുണ്ട്. അതിനെ ഞങ്ങൾക്ക് സൈഡിൽ മാറ്റി വെക്കാം. എല്ലാം കൂളായിട്ട് വേണം അതിനെ ഒന്ന് ബ്ലിറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൺഫ്ലവർ സീഡ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. സെസമി സീഡ്സ്, ചിയ സീഡ്, അത് കഴിഞ്ഞിട്ട് റോൾഡ് ഓട്സ് അതൊക്കെ ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. അതിന് നല്ലോണം ഒന്ന് പൗഡർ ചെയ്യാം ഞങ്ങൾക്ക്. സോ സൺഫ്ലവർ സീഡ് ടോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല നട്ടി ഫ്ലേവർ ഇനി പുറത്തോട്ടേക്ക് വരും. ഇനി ഞങ്ങൾക്ക് വാൾനട്ടിനെ ടോസ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ വാൾനട്ട് അൺറോസ്റ്റഡ് ആയിട്ടില്ലേ, വാൾനട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അൺറോസ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ഈ എല്ലാ ഇൻഗ്രീഡിയൻസ് അവനിൽ ഇട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഓട്സിൻ്റെയും സെസമി സീഡിൻ്റെയും ഒക്കെ പൗഡർ ഞങ്ങൾക്ക് ഇനി ബൗളിലേക്ക് ഇടാം. വാൾനട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് ഞാൻ കുറച്ച് റോസ് പെറ്റൽസ് ഇടുന്നുണ്ട്. സോ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് ചില സമയത്ത് ഇങ്ങനത്തെ ഹെൽത്തി സാധനങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് കുറച്ചൊന്ന് ഫാൻസി ആക്കാൻ വേണ്ടി ഇഷ്ടമാണ്. സോ അതിന് വേണ്ടി ഇടുന്നതാണ്. പ്രത്യേകിച്ചിട്ട് അങ്ങനത്തെ ഒന്നും ഫ്ലേവർ വരില്ല, പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. കുറച്ചൊരു നല്ല കളറൊക്കെ വരും. സോ കാണാനും നല്ല ഭംഗിയാണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി. പൈൻ നട്ടിനെ ഞാൻ ഈ ചോപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് വാൾനട്ട് ആയിട്ടുണ്ട്. സോ വാൾനട്ട് ഒന്ന് കൂളായ ശേഷം രണ്ടും ഒരുമിച്ചിട്ട് ഞാൻ ബ്ലിറ്റ്സ് ചെയ്യും. പകുതി മാത്രമല്ലോ ഞാൻ ബൗളിലേക്ക് എംപ്റ്റി ചെയ്തത്. എന്താ വെച്ചാൽ ബാക്കിയില്ല ഇനി റേസിൻസിനെ ഞങ്ങൾക്ക് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടെടുക്കണം. സോ വെറും റേസിൻസ് ഇട്ടിട്ട് പേസ്റ്റ് ആക്കാൻ നോക്കിയാൽ അത് പേസ്റ്റ് ആവില്ല. സോ എന്തെങ്കിലും നട്ട്സിൻ്റെ കൂടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലോണം കമ്പൈൻ ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സും ഉപയോഗിക്കുക. അല്ലെങ്കിൽ റേസൻസ് ഇഷ്ടമില്ല ആൾക്കാരാണെങ്കിൽ റേസൻസും ആസ് വെൽ ആസ് ഡേറ്റ്സ് രണ്ടും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ലഡ്ഡു ഉണ്ടാക്കാം. ഈ പ്രാവശ്യം എൻ്റെ ഡേറ്റ്സ് തീർന്നിപ്പോയി. സോ ഈ ബാച്ച് ഞാൻ റേസൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് യൂഷ്വലി റേസൻസിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരുമ്പം എന്നാലും യമ്മിയാണ്. പക്ഷേ കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുക ഡേറ്റ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ റേസൻസ് ഇഷ്ടമില്ല ആൾക്കാരാണെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. സോ പകുതി റേസൻസ് ആൻഡ് പകുതി ഡേറ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മിക്സ്ചർ റെഡിയാക്കാം. ഇനി ഞങ്ങൾക്ക് 2 to 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ഗീ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. പക്ഷെ ഒരു നൈസ് നട്ടി ആൻഡ് റിച്ച് ഫ്ലേവർ തരും ഗീ ഇട്ടിട്ടുണ്ടെങ്കിൽ. സോ ഉപയോഗിക്കാൻ കുഴപ്പമില്ലെങ്കിൽ ഒരു 2 to 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ഗീ ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം കൈ വെച്ചിട്ട് ഇതിനെ ഒന്ന് നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ റെസിപ്പീനെ മെഷർ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ യൂഷ്വലി അങ്ങോട്ട് കൈനോട് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക ചെയ്യുക. സോ മെഷർമെൻറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായി പോയിട്ടുണ്ട്. ബിക്കോസ് കുറച്ച് കൂടിയും ഒന്നെങ്കിൽ ഡേറ്റ്സ് അല്ലെങ്കിൽ റേസൻസ് ആവശ്യമുണ്ട് ഇതിനെ കമ്പൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ അത് ഞാൻ റിയലൈസ് ചെയ്തത് ഇതിനൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്താണ്. സോ സ്റ്റിക്കി കോമ്പണൻറ്റിൻ്റെ കുറച്ച് കൂടിയും ഒന്ന് ജാസ്തി എടുക്കണം. സോ ഇപ്പോൾ ഞാൻ ഡേറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡേറ്റ്സ് കുറച്ച് കൂടി എടുക്കുക, അല്ലെങ്കിൽ റേസൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റേസൻസ് ഉപയോഗിക്കും. ഇന്ന് ഞാൻ റേസൻസ് ഉപയോഗിക്കാം. സോ കുറച്ചുകൂടി റേസൻസ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ലഡ്ഡുവിൻ്റെ ഷേപ്പ് വേഗം ഈസിലി ഫോം ആവും. വേണമെങ്കിൽ നിങ്ങൾക്കൊരു മിക്സ്ചർ ഓഫ് റേസൻസ് ആൻഡ് ഡേറ്റ്സ് ഉപയോഗിക്കാനും പറ്റും. ഇന്ത്യയിൽ ലഡ്ഡു തീർന്നു പോയിട്ടുണ്ടായിരുന്നു. സോ പുതിയ ബാച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഇന്ന് റെക്കോർഡ് ചെയ്താലോ ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് കുറേ ഇൻഗ്രീഡിയൻസ് ഇല്ലാണ്ടും ആയിപ്പോയത് ഈ റെസിപ്പിയിൽ. പക്ഷേ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ്ലി യൂഷ്വലി ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് കാണാം. ഇനി ഞങ്ങൾക്ക് 1 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. സോ ഇടുന്ന നല്ലതാണ്. ഇത് ഓർഗാനിക് ടർമറിക് പൗഡറാണ്. ആൻഡ് ഏലക്കായ് പൊടി അത് എന്തായാലും ഇടണം. സോ കുറച്ചൊന്ന് ടേസ്റ്റ് യമ്മിനെസ് കൂട്ടും ഈ ലഡ്ഡുവിൻ്റെ. സോ ഒരു 1.5 ടീസ്പൂൺ ഏലക്കായ് പൊടി കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ലഡു റെഡി. ഇതിനെ ഞങ്ങൾക്ക് നല്ലോണം ഷേപ്പ് ചെയ്ത് കൊടുക്കാം ലഡുവിൻ്റെ ഷേപ്പിൽ. ഇത് കഴിക്കാൻ സമയത്ത് എനിക്ക് ആക്ച്വലി മുടി കൊഴിച്ചലിന് നല്ല റിലീഫ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൊയ്യും മുടി. സോ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പം ആക്ച്വലി വ്യത്യാസം നല്ലോണം എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കഴിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 1.5 months കണ്ടിന്യൂസ്ലി ഓരോ ദിവസവും ഓരോരോ ലഡു കഴിച്ചിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലെറ്റ് മീ നോ ഇഷ്ടമായോ നിങ്ങൾക്ക്, ശരിയായോ, നിങ്ങളുടെ മുടി കൊഴിച്ചൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടിട്ടുണ്ടായിരുന്നോ പറഞ്ഞു തരൂ. ഞാൻ കുറച്ച് തണുപ്പില്ല സ്ഥലത്ത് നിൽക്കുന്നതിനോണ്ട് ഇതെനിക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചീത്തയാവില്ല. പക്ഷെ ഇപ്പം നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പകുതി ലഡ്ഡൂസ് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. ബാക്കി പകുതി പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. സോ ഓരോരോ സ്ഥലത്ത് ഓരോരോ വിധമായിരിക്കുമല്ലോ ടെമ്പറേച്ചർ ഉണ്ടാവുക. സോ പൂപ്പിലൊക്കെ വരാണ്ട് ഒന്ന് നോക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. യൂഷ്വലി എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നല്ലോണം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്മോളർ ബാച്ച് ഉണ്ടാക്കുക. ഇൻഗ്രീഡിയൻറ്റിനെ ഹാഫ് ആക്കിയിട്ട് എന്നിട്ട് കഴിഞ്ഞിട്ട് സ്മോളർ ബാച്ച് ഉണ്ടാക്കുക. ഒരു 15 days വേണ്ടിയിട്ട് ലഡ്ഡൂസ് ഉണ്ടാക്കി വെക്കാം നിങ്ങൾക്ക്. ആൻഡ് എനിക്ക് മടിയില്ല, കാരണം ഞാൻ യൂഷ്വലി 30 days അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുക ചെയ്യാറ്. ആൻഡ് ബാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനും പറ്റും നിങ്ങൾക്ക്. പക്ഷേ കുറച്ചുകൂടിയും സ്മോളർ പോർഷൻ സൈസിൽ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ റെസിപ്പീനെ താഴത്തെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിനെ നിങ്ങൾക്ക് ഹാഫ് ആക്കിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. സോ കുറച്ചുകൂടി ഫ്രഷറായിട്ട് നിൽക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.